യൂട്യൂബ് വീഡിയോസിലൊക്കെ ഭയങ്കര അപമാനിച്ചുകൊണ്ട് ഞാൻ ഏതോ ബാറിന്റെ ഉദ്ഘാടനത്തിന് ഒന്നും അല്ല പോയത്. ബാറിന്റെ ഉദ്ഘാടനത്തിന് പോകുന്ന വ്യക്തിയുമല്ല ഞാൻ. ആ കാശും എനിക്കൊണ്ട് വേണ്ട. എന്റെ കസിൻ സിസ്റ്റർ, എന്റെ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്റർ സ്മിത ചേച്ചി ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമിൽ, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള 250 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് ഞാനും ആർട്ടിസ്റ്റും പോയത്. അത് ഇതല്ല. 250 സ്ത്രീകളുടെ പരിപാടി അല്ലയോ? ബാർ ചേച്ചി കണ്ടിട്ടേ ഇല്ല, ബാറിന്റെ ഉദ്ഘാടനത്തിന് ചേച്ചി പോയിട്ടേ ഇല്ല അല്ലേ? തെളിവ് ഞാൻ തരാൻ ചേച്ചി. ഇതാ ഇവിടെ ഈ പോസ്റ്റർ കണ്ടോ നിങ്ങള്? കാന്താരീസ് കിച്ചൺ RAK റാസൽ കൈമ, ദുബായിലെ റാസൽ കൈമയിലെ കാന്താരീസ് കിച്ചൺ എന്ന റെസ്റ്റോ ബാറിന് നവംബർ 2 സൺഡേ ചേച്ചി പോയിട്ടുണ്ട്. അവരുടെ ഇൻസ്റ്റഗ്രാമിൽ അവരിട്ടിരിക്കുന്ന പോസ്റ്ററായത്. ചേച്ചിയെ ടാഗും ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്നും ഇല്ല, കാരണം ആ സ്ഥാപനം പൂട്ടി എന്നിട്ട് വേറെ സ്ഥാപനം തുടങ്ങി. അതായത് ഈ സ്ഥാപനത്തിന്റെ ആൾക്കാർ തന്നെ പുതിയൊരു റെസ്റ്റോറന്റ് പുതിയ പേരിൽ തുടങ്ങി എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എങ്കിലും സാധനം ഞാൻ കുത്തിപ്പൊക്കി ഇവിടെ എടുത്തോണ്ട് വന്നിട്ടുണ്ടേ. ലക്ഷ്മിപ്രിയ ചേച്ചി, ഇത് പോരെ തെളിവ്? ഇത് പോരെ? ഇനി ചേച്ചി അവിടെ ഉണ്ടായിരുന്നതിനുള്ള തെളിവ് വേണോ? ഞാൻ തരാം. ഇതൊന്ന് കണ്ടേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ. അതിനു മുമ്പ് ചേച്ചി വേറെ ഡയലോഗും കൂടി അടിക്കുന്നുണ്ട്, അതും കൂടെ കേക്ക്. അതെ, ഞാൻ മദ്യപിക്കുകയോ, ഞാൻ ബോധം കെടുകയോ, ഞാൻ ഡാൻസ് ചെയ്യുകയോ, ഞാൻ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ അവർ കാണിക്കട്ടെ. യൂട്യൂബേഴ്സിനാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണിക്കട്ടെ. കാണിക്കാൻ ആർക്കും പറ്റിയിട്ടില്ലല്ലോ. ഈ നിമിഷം വരെ ഇത്രയും അലിഗേഷൻസ് പറയുമ്പോൾ കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ചേച്ചി ധൈര്യത്തോടെ കാണിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, കാണിക്കടാ എന്നൊക്കെ പറയുന്നതിനകത്തുനിന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? അങ്ങനെ ഒരു വീഡിയോ ഇല്ല. ഉണ്ടായിരുന്നു, അത് മുക്കിക്കളഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു വീഡിയോയുടെ ലിങ്ക് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ മണ്ടത്തരം. കാരണം ഞാൻ വിചാരിച്ചില്ല ഈ ചേച്ചി അത് ഡിലീറ്റ് ചെയ്ത് കളയുകയായിരിക്കുമെന്ന്. ബുദ്ധിമതിയാ, കളയിച്ചു. പക്ഷേ നവംബർ 2 ഈ ചേച്ചി അങ്ങനെ ഒരു ബാറിൽ പോയിട്ടുണ്ട്. അതായത് റെസ്റ്റോ ബാറിൽ പോയിട്ടുണ്ട്. അവരുടെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്നൊരു വീഡിയോ അത് ഞാൻ കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ കാണിച്ചു തരാം. മതി, കൂടുതലൊന്നും വേണ്ട. ചേച്ചി മൈക്ക് കൊണ്ട് തന്നപ്പോൾ ഇടയ്ക്ക് ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ. ചേച്ചി ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ 250 പേരുള്ള സ്ത്രീകളുള്ള ഏതോ പരിപാടിയിൽ കവിത പാടിയെന്നൊക്കെ. അത് ഇവിടെ ആയിരുന്നോ ചേച്ചി? ഈ റെസ്റ്റോറന്റിലായിരുന്നോ? ആണോ?